വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. ഇന്ന് ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ പോകുന്നത് ഷോപ്പിങ്ങിനാണ്. രാവിലെ തന്നെ റെഡിയായി പി ജിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഊബർ മാമൻ വന്നു. നിങ്ങൾക്കറിയാലോ, ബാംഗ്ലൂർ ഇപ്പൊ നല്ല തണുപ്പാ. ഞങ്ങൾ മരവച്ചാണ് ഊബറിനകത്തിരുന്നത്. നമ്മൾ ഇന്ന് പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ തന്നെ ബെസ്റ്റ് ചീപ്പ് റേറ്റ് മാർക്കറ്റ് ആയിട്ടുള്ള ചിക്പേട്ടിലേക്കാണ് കേട്ടോ. അതിരാവിലെ കാഴ്ച കണ്ട് യാത്ര ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ 4 വർഷമായിട്ട് ബാംഗ്ലൂർ തന്നെ, എന്നിട്ട് ഇതുവരെയായിട്ടും ഇത്ര നേരത്തെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. ഇനി ഡെസ്റ്റിനേഷനെ പറ്റി പറയാം. ചിക്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം ബാംഗ്ലൂർ സിറ്റിയുടെ സെൻട്രലായിട്ട് വരുന്നൊരു മാർക്കറ്റാണ്. കിലോമീറ്ററോളം ദൂരം നീണ്ടു നിവർന്ന് നടക്കുന്ന ഒരു മാർക്കറ്റാണ് ഇത്. ബാർഗെയിൻ ചെയ്യാനായിട്ട് കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ചിക്പേട്ടിൽ പോണത് വെറുതെ ആവത്തില്ല. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം, ഇവിടെ നല്ല തിരക്കാ. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ കാണുന്ന കുർത്തീസ് എല്ലാം 2 പീസും 3 പീസും സെറ്റ് ആയിട്ട് കിട്ടുന്നതാ. ഇതിന്റെ എല്ലാ സൈസസും ഇവിടെ അവൈലബിൾ ആണ്. ഇവരിതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് പറയുന്നത് 200, 300 ആണ്. പിന്നെ നമ്മളായിട്ട് ബാർഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു 170, 150 ഒക്കെ വാങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ സ്ട്രീറ്റ് ഷോപ്സ് മാത്രമല്ല ഉള്ളത്, വലിയ വലിയ ടെക്സ്റ്റൈൽസ്, ജ്വല്ലറീസ് ഒക്കെ ഉണ്ട്. സ്ട്രീറ്റിൽ നിന്ന് വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ ഷോപ്സും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ കൂടുതലും വീഡിയോസിൽ കാണിച്ചിരിക്കുന്നത് ലേഡീസ് ഐറ്റംസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ലേഡീസ് ഐറ്റംസ് മാത്രമല്ല ഉള്ളത്, ജെന്റ്സിനും കുട്ടികൾക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ട സകലമാന സാധനങ്ങളും ഇവിടെ കിട്ടുവേ. ഏകദേശം ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഊബർ ബുക്ക് ചെയ്ത് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഈ സാധനങ്ങളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ റൂമിലെത്തി. അത്യാവശ്യം നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ പുറത്തിറങ്ങി ആദ്യം ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ടാറ്റാ.